മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 4. മേലിടത്ത് തറവാട്ടിലെ ആഡംബരത്തോടു കൂടിയ വിശാലമായ ഹാളിലെ സെറ്റിയിൽ ദേവരാജനും ശിവരാജനും കൃഷ്ണദാസും അവരുടെ അമ്മയ്ക്കായി കാത്തിരുന്നു. മരുമക്കളായ ദേവകിയും ഗിരിജയും മായിയും സാവിത്രിയോടൊപ്പം അവർക്കെതിരായി കിടന്ന ഒരു ദീവാൻ കോട്ടിൽ ഇരിപ്പുറപ്പിച്ചു. എല്ലാവരുടെയും മുഖത്ത് ആശങ്കയോ ഗൗരവമോ ഒക്കെ കൂടി കലർന്നൊരു ഭാവമായിരുന്നു. ഇത്ര രാവിലെ, അത് ഓഫീസിലേക്ക് പോകേണ്ട സമയത്ത്, അമ്മ തങ്ങളെ ഇങ്ങനെ വിളിപ്പിച്ചത് എന്താവശ്യക്കാര്യത്തിനാണ് എന്നുള്ള ചിന്ത അവരെ എല്ലാവരെയും വല്ലാതെ അലട്ടിയിരുന്നു എന്നതാണ് സത്യം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നാരായണി അമ്മ അങ്ങോട്ടേക്ക് എത്തി. ശേഷം അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പരുക്കമായ രീതിയിലൊന്ന് പാളി നോക്കിയിട്ട് മക്കളെയും മരുമക്കളെയും കാണാവുന്ന രീതിയിലായി കിടക്കുന്ന ഒരു സോഫയിലേക്ക് പ്രൗഢിയോടെ ചെന്നിരുന്നു. സ്വർണ്ണ കസവുകരയുള്ള സെറ്റുമുണ്ടുമായിരുന്നു അവരുടെ വേഷം. കഴുത്തും കൈയും നിറഞ്ഞു കിടക്കുന്ന ആഭരണങ്ങളും അവരുടെ നെറ്റിയിലെ നീളമുള്ള ചന്ദനക്കുറയുമൊക്കെ അവരെ ഒരു തമ്പുരാട്ടിയെ പോലെ തോന്നിപ്പിച്ചു. വയസ്സ് 80നോടടുത്തിട്ടും അവരുടെ നടപ്പിനോ ഇരിപ്പിനോ സംസാരത്തിനോ പോലും തെല്ലും മാറ്റം ഉണ്ടായിരുന്നില്ല. പ്രായം അവരുടെ ശരീരത്തെ ഇപ്പോഴും തൊട്ടു തോണ്ടിയിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോഴുമുള്ള പെരുമാറ്റം പോലും. മേലിടത്ത് വീട്ടിലെ കാരണവത്തി. തറവാട്ടിൽ അവരുടെ വാക്കാണ് അന്തിമ എന്നത് ഇന്നും പരസ്യമായ രഹസ്യമാണ്. ഇപ്പോഴും മേലിടത്ത് കമ്പനിയുടെ വരവും ചിലവിൻ്റെയൊക്കെ ഒരു ഏകദേശ കണക്കുകൾ നാരായണി അമ്മയാണ് നോക്കുന്നതെന്ന് മറ്റൊരു സത്യം. മക്കളെയും മരുമക്കളെയും ഒരു നോട്ടം കൊണ്ട് പോലും വിറപ്പിക്കാൻ ഇപ്പോഴവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ അതിശയപ്പെടേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മൂന് വരുന്ന കർക്കിടകത്തിൽ വയസ്സ് 24 തികയും. അവളെയും ഇങ്ങനെ അഴിച്ചുവിടാനാണോ നിങ്ങളുടെയൊക്കെ തീരുമാനം? പൊടുന്നനെ നാരായണി അമ്മയുടെ ശബ്ദം മേലിടത്ത് തറവാട്ടിലെ ഹാളിൽ മുഴങ്ങി കേട്ടു. അവരുടെ മുഖത്ത് പതിവിലധികം ഇരട്ടിയായിരുന്ന ഗൗരവമെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തോന്നിപ്പോയി. കേട്ടവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരവേശത്തോടെ നോക്കിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ സാവിത്രി മാത്രം കേട്ട വാർത്തയിൽ അടുത്തിരിക്കുന്ന മായയുടെ കൈകൾ ആദ്യോടെ കവർന്നു. അച്ഛനില്ലാത്ത കുട്ടിയാണവള്. അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ തന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും നിങ്ങൾ അമ്മാച്ചന്മാർ 3 പേരും കൂടിയല്ലേ നടത്തിക്കൊടുക്കേണ്ടത്? വീണ്ടും അവരുടെ ചോദ്യം മക്കളെ തേടിച്ചെന്നു. സ്വർണ്ണ നിറമുള്ള ഫ്രെയിം കെട്ടിയ കണ്ണാടിക്കുള്ളിൽ കൂടി അവർ തനിക്കെതിരായി കിടക്കുന്ന സോഫയിലിരിക്കുന്ന 3 ആൺമക്കളെ ഒന്ന് ഇരുത്തി നോക്കി. പിന്നീട് ആ നോട്ടം ഇത്തിരി അകന്നു മാറിയിരിക്കുന്ന മരുമക്കളിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ചുമ്മുവിൻ്റെ വിവാഹകാര്യമാണ് ഞാൻ പറയുന്നത്. നാരായണി വീണ്ടും ഉച്ചത്തിൽ ചോദിച്ചു. ചുമ്മുവിൻ്റെ കല്യാണമോ? ഇപ്പോഴെയോ? മൂത്ത മകനായ ദേവരാജൻ ഇത്തിരി ആദിയോടെ അമ്മയെ നോക്കി. 23 വയസ്സെന്നത് ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണപ്രായമായിട്ട് നിനക്ക് തോന്നുന്നില്ലേ ദേവ? ഉടനടി അയാൾക്ക് നേരെ നാരായണി മറു ചോദ്യം തൊടുത്തു. അതല്ലമ്മേ, അവൾ നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് തന്നെ 6 മാസമല്ലേ ആയിട്ടുള്ളൂ. പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ 1 വർഷം കഴിഞ്ഞ് കല്യാണം ആലോചിച്ചാൽ മതി എന്നുള്ള കാര്യം. മൂത്ത സഹോദരനെ പിന്തുണച്ചുകൊണ്ട് ശിവരാജൻ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു. അയാൾക്കും ചുമ്മുവിനെ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് പറഞ്ഞു വിടുക എന്നുള്ളത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കല്യാണം ഇന്നോ നാളെയോ നടത്താൻ ഞാൻ പറഞ്ഞില്ല ശിവ. 6 മാസത്തെ സമയം കൂടി അവൾ എടുത്തോട്ടെ. അതിനു മുന്നേ തന്നെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വെക്കണമെന്നാ ഞാൻ പറഞ്ഞത്. അവർ അവസാന വാക്കെന്ന പോലെ പറഞ്ഞു. അതിപ്പോൾ അവളോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ അമ്മേ? ഏറ്റവും ഇളവനായ കൃഷ്ണദാസിൻ്റെ വകയായിരുന്നു ആ ചോദ്യം. ഇത്രയും പെട്ടെന്ന് ചുമ്മുവിനെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിടാൻ മൂത്ത സഹോദരങ്ങളെ പോലെ തന്നെ അയാൾക്ക് ഇപ്പോൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിനിപ്പോൾ ആര് ചോദിക്കേണ്ടെന്ന് പറയുന്നു? അവളോട് ചോദിക്കാതെ പിന്നെ അവളുടെ കല്യാണം നടത്താൻ പറ്റുമോ കൃഷ്ണ? ചോദിക്കാം, അത് കഴിഞ്ഞിട്ട് കല്യാണവും നടത്താം, നാരായണി കട്ടായം പറഞ്ഞു. ഒരു കല്യാണം അല്ലേ അമ്മേ, അതെങ്ങനെ എടുപിടിയെന്നൊക്കെ 6 മാസം കൊണ്ട് നടത്താൻ പറ്റുമോ? അതുമല്ല, അവൾക്ക് പറ്റുന്ന ഒരു നല്ല ആലോചന ഒത്തുവരണ്ടേ? മൂത്ത മകനായ ദേവരാജൻ ഇത്തിരി ഗൗരവത്തോടെ തൻ്റെ ഉള്ളിലുള്ള ആശങ്കയെ തുറന്നു കാട്ടി. നീ എന്തായി ചോദിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. നാരായണി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചിട്ട് പുറത്തേക്ക് മെല്ലെ വിട്ടു. ചുമ്മുവിനെ വെറുതെ ആർക്കെങ്കിലും കൈപിടിച്ചു കൊടുക്കാൻ പറ്റുമോ?
നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുള്ളവരെ കുടുംബത്തിലെ ആലോചന ഒത്തുവരണ്ടേ എന്നാണമ്മേ ചേട്ടൻ ചോദിക്കുന്നത്. കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. അതിനവളെ തറവാടിന് പുറത്തേക്ക് കെട്ടിച്ചു വിടണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? സംസാരത്തിൽ പരമാവധി ദേഷ്യം കലർത്തിക്കൊണ്ടാണ് അവരത് ചോദിച്ചത്. പിന്നെ 3 മക്കളുടെ നാവിൽ നിന്നും ഒരു ഞെട്ടലോടെ ആ ചോദ്യം പുറത്തേക്ക് തെറിച്ചു. അവക്ക് ഈ തറവാട്ടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ആൺകുട്ടികളൊന്നുമില്ലേ? നാരായണി വീണ്ടും ശബ്ദമുയർത്തി. അപ്പോഴാണ് കേട്ടിരുന്നവർക്ക് അമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി തുടങ്ങിയത്. ഈ തറവാടിൻ്റെ ഭാഗ്യമാണ് ചുമ്മു. അതുമല്ല, മേലയിടത്തെ ആകെയുള്ള ഒരു പെൺതരി. അവളെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ഇറക്കി വിടില്ല എന്നുള്ളത് അവൾ ജനിച്ചപ്പോഴേ ഞാനും നിങ്ങളുടെ മരിച്ചുപോയ അച്ഛനും പണ്ടേ തീരുമാനിച്ചുറപ്പിച്ചു വെച്ച കാര്യമാണ്. അച്ചുവിൻ്റെയും വിവേകിൻ്റെയും കാര്യത്തിൽ ഒഴിച്ചാൽ ഇനിയുണ്ടല്ലോ ഈ വീട്ടിൽ അവളുടെ മുറച്ചെറുക്കന്മാരായ 4 പേര്. അനിമോനോ വിപിനോ കണ്ണനോ പങ്കുവിനോ ആർക്ക് വേണമെങ്കിലും അവളെ വിവാഹം കഴിക്കാം. പക്ഷേ മറ്റൊരു വീട്ടിലേക്ക് ഇവിടുത്തെ പെണ്ണിനെ അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാരായണിയുടെ തീരുമാനം അറിഞ്ഞതും മങ്ങിയിരുന്ന എല്ലാവരുടെയും മുഖം പൊടുന്നനെ പ്രകാശിക്കുവാൻ തുടങ്ങി. തറവാട്ടിലെ ആകെയുള്ള പെൺതരിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടതില്ലല്ലോ എന്ന സന്തോഷത്തിൽ അമ്മാവന്മാർ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. സാവിത്രി സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിരുന്നു. ദേവികയും മായയും സാവിത്രിയെ ചേർത്ത് പിടിച്ച് ആനന്ദം പങ്കിട്ടു. പക്ഷെ കൂട്ടത്തിൽ ഗിരിജയുടെ മനസ്സ് മാത്രം ചുമ്മുവിനെ തൻ്റെ മരുമകളാക്കിയാൽ കിട്ടാൻ പോകുന്ന ഓഹരികൾ കണക്ക് കൂട്ടുന്ന തിരക്കിലായിരുന്നു. എടി, ചേട്ടൻ വിളിച്ചിട്ടുണ്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന പങ്കു അടുത്ത് കിടക്കുന്നവളെ തട്ടി എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു. എടാ, ഇത്തിരി കൂട്ടി പ്ലീസ്. അവൾ ഒട്ടൊരു ചുണുക്കത്തോടെ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങി. എടി, എഴുന്നേക്കടി ഇങ്ങോട്ട്. മനുഷ്യൻ്റെ നല്ല ജീവൻ പോകുമ്പോൾ അവളുടെ ഒരു ഉറക്കം. ചുമ്മുവിനെ അവൻ കയ്യിൽ പിടിച്ചു കട്ടിലിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. എന്താടാ, ഒന്നുറങ്ങാനും സമ്മതിക്കില്ലേ? കണ്ണുകൾ രണ്ടും ബന്ധപ്പെട്ട് തുറന്നുകൊണ്ട് പങ്കുവിൻ്റെ മുതുകിൽ അവൾ അപ്പോഴേക്കും പടക്കം പൊട്ടിച്ചിരുന്നു. അമ്മേ, എൻ്റെ നടു. ചെക്കൻ അവിടം കൈകൊണ്ടൊഴിഞ്ഞുകൊണ്ട് ചുമ്മുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. നിനക്കിപ്പോൾ എന്താ വേണ്ട പങ്കു? രാത്രി അവൻ്റെ അമ്മൂമ്മയുടെ രാഗി കാരണം ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല. ലീവ് എടുത്ത് കിടന്നുറങ്ങാൻ നോക്കിയപ്പോൾ അവൻ്റെ ഒരു കുഞ്ഞുകളി. നീ മേടിക്കും കേട്ടോ. ഒരു പാവക്കുട്ടിയെപ്പോലെ ചുണ്ടും വീർപ്പിച്ചിരുന്നവൾ പെട്ടെന്ന് ഭൂലന്തേവിയായി. അതാ ഞാനും പറഞ്ഞേ, നീ മേടിക്കുമെന്ന്. എടി കോപ്പെ, കണ്ണേട്ടൻ വിളിച്ചിരുന്നു, അതും 5-6 പ്രാവശ്യം. ഫോണിൽ വന്ന മിസ്ഡ് കോൾ ലിസ്റ്റ് എടുത്ത് ചുമ്മുവിന് നേരെ നീട്ടിയവർ. നിന്റെ ചേട്ടൻ നിനക്ക് ഫോൺ ചെയ്തിന്, ഞാൻ എന്നാ ചെയ്യാനാടാ? തികച്ചും അലസമായിട്ടായിരുന്നു അവളുടെ ചോദ്യം. ദേ, ഒരെണ്ണം വെച്ച് തന്നാ ഉണ്ടല്ലോ. ഇതും എൻ്റെ ഫോണാണോടി? പങ്കു ദേഷ്യപ്പെട്ടുകൊണ്ട് ബെഡിലിരുന്ന ചുമ്മുവിൻ്റെ ഫോൺ അവളുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. ചെക്കനെ ഒന്ന് പുരികം ചൊളിച്ചുകൊണ്ട് നോക്കിയിട്ട് അവൾ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്ത് സ്ക്രീൻ ലോക്കും അഴിച്ചു മാറ്റി നോക്കി. കാലൻ മിസ്ഡ് കോൾ 5. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ എന്നെ വിളിച്ചേക്കുന്നത്? ഈ കടുവയുടെ കയ്യിൽ എൻ്റെ നമ്പറൊക്കെ ഉണ്ടോ? പെണ്ണിൻ്റെ മുഖത്ത് അമ്പരപ്പ് പടർന്നു. അത് തന്നെയാണ് ഞാനും ഇത്രയും നേരം കിടന്ന് പറഞ്ഞത്. എന്തായിരിക്കും ഈ കാര്യം? ഇനി നമ്മൾ ഇന്നലെ രാത്രി മതിൽ ചാടി രാഗിയുടെ വീട്ടിൽ പോയ കാര്യം എങ്ങാനും ചേട്ടൻ അറിഞ്ഞു കാണുമോ? പങ്കുവിൻ്റെ ആദ്യം അതായിരുന്നു. ഏയ്, അതാവാൻ ഒട്ടും ചാൻസ് ഇല്ല. കാരണം അവളല്ലേ നിന്നെ തേച്ചത്. അതുകൊണ്ട് ആ ന്യൂസ് പുറത്തേക്ക് ലീക്കാവില്ല. ചുമ്മു തറപ്പിച്ചു പറഞ്ഞു. പിന്നെ എന്തായിരിക്കും ഈ കാരണം? ഇതിപ്പോൾ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ നിന്റെ ഫോണിലേക്ക് ചേട്ടൻ വിളിച്ചിട്ടില്ലേ? പങ്കുവിന് ടെൻഷൻ അടിച്ചിട്ടിരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹാ, നീ വെറുതെ ഇരിച്ചക്ക. അങ്ങേര് വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചതായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഞാനൊന്ന് കണ്ണേട്ടനെ വിളിച്ചു നോക്കിയാലോ? അവൻ പരവേശത്തോടെ ചോദിച്ചു. വിളിച്ചു നോക്ക്, കാര്യം എന്താണെന്ന് അറിയാലോ. അതും പറഞ്ഞുകൊണ്ട് പെണ്ണ് ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി. അതേസമയം പങ്കു ഫോണും കയ്യിൽ പിടിച്ച് ആലോചിച്ചുകൊണ്ട് കുറച്ചു നേരെ ഇരുന്നു. പിന്നെ ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കി കണ്ണേട്ടൻ എന്ന സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അവൻ്റെ നെഞ്ചൊക്കെ പടപടായിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2 റിങ് പോയതിനു ശേഷം ബിസി ട്യൂണാണ് അവന് കേൾക്കാൻ കഴിഞ്ഞത്. തിരക്കിലായിരിക്കും എന്ന് മനസ്സിൽ പെറുപുറത്തുകൊണ്ട് അവൻ സ്വന്തം മുറിയിലേക്ക് നടന്നു. 2 പേരും കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നേരെ അടുക്കളയിലേക്ക് നടന്നത്. മയമേ, വല്ലതും കഴിക്കാൻ തായോ, വിശക്കുന്നു.
കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് വലിഞ്ഞു കയറി ഇരുന്നു കൊണ്ട് ചുമ്മാ അലറി വിളുകി. ബെസ്റ്റ്, രണ്ടും ചോറിനാൻ വേണ്ടി വരുന്ന സമയം കൊള്ളാം. എത്ര പ്രാവശ്യം ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചു പിള്ളാരെ. എവിടെ, ആന കുത്തിയാൽ പോലും അറിയാത്ത വണ്ണമായിരുന്നു രണ്ടിൻ്റെയും കടപ്പ്. വൈകിട്ടത്തേക്കുള്ള ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മായ ആ പണി പകുതിയിലിട്ടിട്ട് അവർക്കായി വലിയൊരു പാത്രത്തിലേക്ക് ചോറും കറികളും വിളമ്പിക്കൊടുത്തു. ആ, അത് പിന്നെ ഉറക്കം വന്നിട്ടല്ലേ മായമ്മേ, ഒന്ന് ക്ഷമിക്കുന്നേ. പാത്രം നടുവിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്നു കൊണ്ട് ചോറ് കുഴച്ചു വാരി തിന്നുന്ന പിള്ളേരെ കണ്ട് മായ കുറച്ചു നേരം ഏണിന് മുകളിൽ കൈവച്ച് നിന്നുപോയി. എൻ്റെ പിള്ളേരെ, ആദ്യം നിങ്ങളുടെ ചോറെടുത്തോണ്ട് പോകത്തില്ല, പതുക്കെ തിന്നാ മതി. ഇപ്പോഴും നഴ്സറി പിള്ളേരാണെന്നാണ് രണ്ടിൻ്റെയും വിചാരം. മായ ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ പണികളിലേക്ക് കടന്നു. അപ്പോഴേക്കും ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ തട്ടിപ്പറിച്ചും പരസ്പരം ഊട്ടിയൊക്കെ പാത്രം കാലിയാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ആ മുറപ്പെണ്ണും മുറച്ചെറുക്കനും. ദേ വിവേകേട്ട, സത്യം പറയും, അമ്പൂറ്റിയമ്മ ശരിക്കും പറഞ്ഞു ഇക്കാര്യം? ശിവരാജൻ്റെ മൂത്ത മകനായ വിവേകിനോടൊപ്പം മേലെടുത്ത് വീടിൻ്റെ മുറ്റത്തെ മാവിൻ ചുവട്ടിലായി ഇരിക്കുമ്പോൾ ചുമ്മുവിന് അവൻ്റെ നാവിൽ നിന്നും കേട്ട കാര്യം വിശ്വസിക്കാൻ പറ്റിയില്ല. 4 മുറച്ചെറുക്കന്മാരെ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമെന്ന് നാരായണിയമ്മ പറഞ്ഞ കാര്യം ശിവരാജൻ്റെ മൂത്ത മകനായ വിവേകിൽ നിന്ന് അറിഞ്ഞപ്പോൾ ചുമ്മു ശരിക്കും പറഞ്ഞാൽ ഒന്ന് പതറിപ്പോയിരുന്നു. എന്നാ നീ വിശ്വസിക്കണ്ട, രാവിലെ ഇവിടെ എല്ലാവരും വിളിപ്പിച്ച് മീറ്റിംഗ് കൂടിയപ്പോൾ നീ എവിടെ ആയിരുന്നു? വിവേക് ഇത്തിരി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അത് പിന്നെ ഇന്ന് ലീവായതുകൊണ്ട് ഞാനും പോങ്കും കൂടി രാവിലെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. പെണ്ണ് ചമ്മി ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ബെസ്റ്റ്. അവൻ ആ പെണ്ണിൻ്റെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. ഇതിപ്പോൾ എന്താ ചെയ്യുക വിവാഹേട്ടാ, എനിക്ക് മുറച്ചെറുക്കന്മാരെ കിട്ടുന്നതിന് പകരം ദേഷ്യം മറ്റൊന്നിനോടും ഇല്ല. അവൾക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മേലെടുത്ത നാരായണിയമ്മയുടെ തീരുമാനമാണ് മോളെ. ഇതിപ്പോൾ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവൻ മാമനോട് പറഞ്ഞാലോ? ചുമ്മു തിരക്കി. കൂട്ടത്തിൽ ഇത്തിരി ഗൗരവക്കാരനാണെങ്കിലും അമ്പൂറ്റിയമ്മ പല കാര്യങ്ങളിലും ദേവരാജൻ്റെ അഭിപ്രായങ്ങൾ മാനിക്കാറുണ്ടായിരുന്നുവെന്ന് അവളപ്പോൾ ചിന്തിച്ചു. നടക്കുമെന്ന് തോന്നുന്നില്ല മോളെ. വെല്ലിച്ചന് ഇത് കേട്ടപ്പോൾ പ്രതികൂലമായിട്ടൊന്നും പറയാൻ സാധ്യതയില്ല. അവൻ വിശദമാക്കി. എങ്ങനെയാ വിവേകേട്ട കുഞ്ഞുനാൾ തൊട്ട് കളിച്ചു വളർന്നവരെ ജീവിത പങ്കാളികളായി കാണുന്നേ? എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല. ചുമ്മു തൻ്റെ ഭാഗം വ്യക്തമാക്കി. ഇനി തോന്നിയാലും പോരേടി. അവളിൽ നിന്നും ഇത്തിരി അകലെ വിട്ടിരുന്നാണ് വിവേക് അത് പറഞ്ഞത്. ദേ, ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, എങ്ങനെയും ഈ പ്ലാൻ ഒന്ന് പൊളിച്ചു തരാൻ പറ്റുമോ? അവൾ അവസാനമായിട്ട് അവനോട് ചോദിച്ചു. നമുക്ക് നോക്കാടി. ഇനി 6 മാസം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ, എന്തേലും വഴി കാണാം. വിവേക് പതിയെ എഴുന്നേറ്റ് ചുമ്മുവിന് നേർക്ക് കൈ നീട്ടി. അവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് തറവാട്ടിലേക്ക് നടക്കുമ്പോൾ മുറച്ചെറുക്കന്മാരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ അവളുടെ ഉള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. നീ അവിടെ നിന്ന് നിന്നെ. അത്താഴവും കഴിഞ്ഞ് പങ്കുവിൻ്റെ മുറിയിലേക്ക് ചാടി തുള്ളിക്കൊണ്ട് പാട്ടും പാടി പോകുമ്പോഴാണ് മാധവ് ചുമ്മുവിനെ പിന്നിൽ നിന്നും വിളിച്ചത്. അവൻ്റെ ആ നീ എന്നുള്ള സംബോധന ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് തന്നെ അവൾ ഇത്തിരി നേരം കൂടി നിന്നിടത്ത് തന്നെ നിന്നിട്ടാണ് അവൻ്റെ നേർക്ക് തിരിഞ്ഞത്. എന്താ? കണ്ണും പുരുവും ചുളുക്കിക്കൊണ്ട് തന്നെ അവൾ കാര്യം തിരക്കി. നീ ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നു? പൊടുന്നനെയുള്ള മാധവിൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറിപ്പോയെങ്കിലും അത് പുറത്തേക്ക് കാട്ടാത്ത ചുമ്പ് ധൈര്യം അവലംബിച്ചു നിന്നു. അതിന്ന് രാവിലെ തന്നെ പറഞ്ഞതല്ലേ ഞങ്ങൾ നടക്കാൻ പോയതാണെന്ന്. അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. അല്ല എന്ന് ഞാൻ പറഞ്ഞാലോ? കണ്ണൻ്റെ ശബ്ദം ഉച്ചത്തിൽ ഹാളിൽ മുഴങ്ങി, അതും ദേഷ്യത്തോടെ. അത് നിങ്ങളുടെ ഇഷ്ടം. ഒരാളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല. അവൻ്റെ താണ്ഡവം ഉടനെ ഉണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടും പെണ്ണ് തർക്കുത്തരം പറഞ്ഞു തന്നു. എടീ, അവൻ ഗർജിച്ചു. മാധവിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും കണ്ണിൽ അഗ്നി എരിയുന്നതും വലത് കൈമുഷ്ടി ദേഷ്യം നിയന്ത്രിക്കുവാൻ വേണ്ടി ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒക്കെ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ പങ്കു ഭയത്തോടെ നോങ്ങി നിന്നു. കണ്ണാ. മേലിടത്ത് വീട്ടിലെ എല്ലാവരും അപ്പോഴേക്കും പേടിയോടെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയിരുന്നു. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന രീതിയിൽ ചുമ്മു അപ്പോഴും നെഞ്ചിനു മുകളിൽ 2 കൈകളും കെട്ടിപ്പിണച്ചുകൊണ്ട് നിന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ.